നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു മടങ്ങി. കുമരകവും കായൽ യാത്രയും ആസ്വദിച്ചു. പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ മുഖ്യാതിഥിയായി പ്രഥമ പൗര. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനത്തിനൊപ്പമെന്ന ജോസ് കെ മാണി. കേന്ദ്ര പദ്ധതിയായതിനാൽ ഒഴിവാക്കാൻ പറയില്ല. അനീഷ് യാത്രയായി. 7 പേർക്ക് പുതുജീവൻ പകർന്ന് നന്ദി ചൊല്ലി യാത്രയാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ ഫോൺ സർവീസിംഗ് പഠന കേന്ദ്രം. പഠിച്ചിറങ്ങുന്നവർക്ക് സർവീസ് സെന്റർ തുടങ്ങാൻ പണം നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനു ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിയിലേക്ക് മടങ്ങി. കോട്ടയം ജില്ലയിൽ കുമരകത്തെത്തിയ രാഷ്ട്രപതി കുമരകവും കായൽ യാത്രയും ആസ്വദിച്ചു. വരിയരികിൽ കാത്തുനിന്ന ജനങ്ങളെ രാഷ്ട്രപതി നിരാശരാക്കിയില്ല. ഒരു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു അക്ഷരനഗരിയോട് യാത്ര പറഞ്ഞു. ഹ്രസ്വ സമയത്തേക്കുള്ള സന്ദർശനമായിരുന്നുവെങ്കിലും കോട്ടയത്തിന്റെ തനിമയും കായൽ ഭംഗിയും ആസ്വദിച്ച ശേഷമാണ് രാജ്യത്തിന്റെ പ്രഥമ വനിത കൊച്ചിയിലേക്ക് യാത്രയായത്. വ്യാഴാഴ്ച കുമരകം താജ് ഹോട്ടലിലാണ് രാഷ്ട്രപതി രാത്രി തങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ കുമരകത്തിന്റെയും കായലിന്റെയും ഭംഗി ആസ്വദിക്കാൻ രാഷ്ട്രപതി സമയം കണ്ടെത്തി. രാവിലെ താജ് ഹോട്ടലിൽ നിന്നും കോട്ടയത്തേക്കുള്ള കാർ യാത്രക്കിടെ ദ്രൗപദി മുർമു കുമരകം ചന്തക്കവലയിൽ ഇറങ്ങി. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം വെള്ളിയാഴ്ച കടന്നുപോകുന്നതിന് മുൻപായി വൻ ജനക്കൂട്ടം റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു. ഇതിനിടെയാണ് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കുമരകം ചന്തക്കവലയിലേക്ക് വന്നത്. കാത്തുനിന്നവരെ നിരാശപ്പെടുത്താതെ രാഷ്ട്രപതി കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഇല്ലിക്കൽ കവലയിൽ നിന്നിരുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റ് വിതരണം ചെയ്യാനും രാഷ്ട്രപതി സമയം കണ്ടെത്തി. തുടർന്ന് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്രയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദ് എന്നിവർ രാഷ്ട്രപതിയെ യാത്രയയച്ചു. കോട്ടയത്ത് നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഉച്ചയ്ക്ക് 2:15 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാടിന് വിജ്ഞാന വെളിച്ചം പകരാൻ കോളേജിന് കഴിഞ്ഞെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പാല സെന്റ് തോമസ് ഓട്ടോണമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാനും കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത് വീക്ഷിക്കാനുമായി എറണാകുളം പള്ളി പരിസരത്തും സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന് സമീപവും സ്റ്റേഡിയത്തിന്റെ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലും നിരവധി ആളുകൾ നിലയുറപ്പിച്ചിരുന്നു. സമ്മേളനം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെ പ്രവേശനം പ്രത്യേക പാസ് മൂലം നിയന്ത്രിച്ചിരുന്നു. 3 ഹെലികോപ്റ്ററുകളായിട്ടാണ് രാഷ്ട്രപതിയും സംഘവും എത്തിയത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, മന്ത്രി VN വാസവൻ എന്നിവർ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടായിരുന്നു. സമ്മേളനത്തിന് ശേഷം രാഷ്ട്രപതിയും സംഘവും മടങ്ങുന്നവരെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനക്കൂട്ടം മൈതാനത്തിന് സമീപം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് രാഷ്ട്രപതിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രിക്കും ആറന്മുള കണ്ണാടികൾ സമ്മാനിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ CB ജെയിംസ്, മന്ത്രി VN വാസവൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവർ പ്രസംഗിച്ചു. പാലാ സെന്റ് തോമസ് കോളേജ് നാടിന് വിജ്ഞാന വെളിച്ചം പകരുന്ന കലാലയമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. Earlier today, I had the privilege of participating in the sacred observance of Sri Narayana Guru's Mahasamadhi centenary at Sivagiri. The great sage, social reformer and poet has left many inspiring messages for us. He had said, Vidya Kondu Prabuddha Rabuka, which means get enlightened through education. An area that lacks education may remain an area of darkness. The light of education illuminates the path to individual and collective progress. I appreciate the efforts of this college in spreading the light of education. യുവാക്കൾ തൊഴിൽദാതാക്കളായി മാറണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ ഓർമ്മിപ്പിച്ചു. തനിക്ക് കൂടുതൽ കരുത്ത് പകർന്ന കലാലയമാണ് സെന്റ് തോമസ് കോളേജ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. എന്റെ മാതൃകാ കോളേജാണ് ഈ കലാലയമെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ, MPമാരായ ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, മാണി സി കാപ്പൻ MLA എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ നിരവധി പേരും കോളേജ് വിദ്യാർത്ഥികളും സദസ്സിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനൊപ്പമെന്ന് ജോസ് കെ മാണി MP. കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് പറയില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനൊപ്പമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെ സ്വാഗതം ചെയ്യുന്നതായും ജോസ് കെ മാണി പറഞ്ഞു. കേന്ദ്ര പദ്ധതിയായതിനാൽ ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസ് പറയില്ലെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ഈ പണം നമുക്ക് കളയേണ്ട കാര്യമില്ല. അതിനകത്ത് ഏത് തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത്, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പദ്ധതിയുമായി ദേശീയ തലത്തിലുള്ള ഒരു കരിക്കുലത്തിലേക്കല്ല പോകുന്നത്.
അങ്ങനെ ഏതെങ്കിലും കരിക്കുലം വന്നാൽ അത് തടയാനായിട്ടുള്ള ഇച്ഛാശക്തിയും അതിനുള്ള ശക്തിയും എല്ലാം ഈ സർക്കാരിനുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ട്, പണ്ട് ചെയ്തിട്ട്, ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിയമം അതിനകത്ത് ഇല്ലതാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് PM ശ്രീ. കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 14,500-ലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ കേരളത്തിനും PM ശ്രീയിൽ അതിന്റേതായ റോൾ ഉണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. മറ്റ് അജണ്ട എന്തെങ്കിലും കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ കേരളത്തിനാകുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 7 പേർക്ക് പുതുജീവനേകിയ അനീഷിന് കോട്ടയത്തിന്റെ ആദരാഞ്ജലി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ജീവനക്കാരും ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് അനീഷിനെ യാത്രയാക്കിയത്. 7 പേർക്ക് പുതുജീവൻ നൽകിയ അനീഷിന് നന്ദിയോടെ യാത്രാമൊഴിയേകി കോട്ടയം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ. പുഷ്പങ്ങൾ അർപ്പിച്ചാണ് ഡോക്ടർമാരും നഴ്സുമാരും അനീഷിന് വിട ചൊല്ലിയത്. ആശുപത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗാർഡ് ഓഫ് ഓണർ നൽകി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോമിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറാണ് AR അനീഷ്. ശബരിമല ദർശനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ തലയിടിച്ചു വീണാണ് അനീഷ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ അവയവദാനത്തിന് ബന്ധുക്കൾ തയ്യാറായി. ഹൃദയം, ശ്വാസകോശങ്ങൾ, വൃക്കകൾ, കൈപ്പത്തികൾ, നേത്രപടലങ്ങൾ എന്നീ അവയവങ്ങളാണ് നീക്കം ചെയ്തത്. കരൾ, പാൻക്രിയാസ് എന്നിവയും നൽകാൻ തയ്യാറായിരുന്നെങ്കിലും അവ ഉചിതമല്ലെന്ന മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തലിൽ മാറ്റിവെക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെ ശസ്ത്രക്രിയാ നടപടികൾ ആരംഭിച്ചു. 2011 ജോലിയിൽ പ്രവേശിച്ച അനീഷ് ട്രെയിനിംഗ് സമയത്ത് തന്നെ അവയവദാനത്തിനുള്ള സമ്മതപത്രം നൽകിയിരുന്നു. നിരവധി പേർക്ക് ജീവനേകിയാണ് അനീഷ് ലോകത്തോട് വിട പറഞ്ഞത്. അവയവങ്ങൾ സ്വീകരിക്കുന്നവരെല്ലാം ആരോഗ്യത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അനീഷിന്റെ സഹോദരിമാരായ ലക്ഷ്മിയും അഞ്ജുവും പറഞ്ഞു. ചേട്ടൻ നേരത്തെ അവയവദാനത്തിന്റെ ഒരു ഒപ്പിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മരണശേഷം അവയവം ദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മ വന്നു. പുള്ളിയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അവനിലൂടെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിട്ട് തോന്നി. എന്തായാലും ഞങ്ങൾക്കൊരു ജീവൻ നഷ്ടമായി. അതുവഴി വേറെ കുറച്ച് പേർക്ക് ജീവൻ കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അവനിലൂടെ കുറച്ച് പേര് ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അതിനുവേണ്ടി താല്പര്യപ്പെട്ടത്. പിന്നെ ഡോക്ടറിൻ്റെയൊക്കെ മെൻ്റൽ സപ്പോർട്ട്, അവരുടെ ടീമിൻ്റെ മെൻ്റൽ സപ്പോർട്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അന്തിമോപചാരത്തിന് ശേഷം തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം രാത്രിയോടെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സൗജന്യ മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സ് ആരംഭിച്ചു. 40 ദിവസത്തെ പഠന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സൗജന്യ മൊബൈൽ ഫോൺ സർവീസിംഗ് കോഴ്സ് ആരംഭിച്ചു. പഠിച്ചിറങ്ങുന്ന യുവതി യുവാക്കൾക്ക് സർവീസ് സെന്റർ തുടങ്ങുന്നതിനാവശ്യമായ പണം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലൂടെ നൽകുമെന്ന് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു. മൊബൈൽ ഫോൺ സർവീസിംഗ് പഠന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രസിഡന്റ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ജയശ്രീ ഗോപിദാസ്, TJ മോഹനൻ, ഷക്കീല നസീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS കൃഷ്ണകുമാർ, സാജൻ കുന്നത്ത്, KS എമേഴ്സൺ, PK പ്രദീപ്, BDO സജീഷ് S, താലൂക്ക് വ്യവസായ വികസന ഓഫീസർ KK ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 40 ദിവസത്തെ പഠന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിദഗ്ധ ടീമാണ് ക്ലാസുകൾ നയിക്കുന്നത്. 25 യുവതി യുവാക്കൾ കോഴ്സിൽ പങ്കെടുക്കുന്നു. കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റും നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. പ്രമുഖ കോൺഗ്രസ് നേതാവ് KC നായർ എന്നറിയപ്പെട്ടിരുന്ന AK ചന്ദ്രമോഹൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഇന്നലെ രാത്രി 9:30 അന്ത്യം. കോൺഗ്രസ് കോട്ടയം DCC സീനിയർ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ചന്ദ്രമോഹൻ മികച്ച വാഗ്മികയും സംഘാടകനുമായിരുന്നു. പാലാ ടൗണിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നേതാക്കളും നാട്ടുകാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന കോൺക്ലേവിനോടനുബന്ധിച്ച് ക്ഷീര കർഷകരുടെ സംഗമം ശനിയാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി സംഗമം ഉദ്ഘാടനം ചെയ്യും. മാണി C. കാപ്പൻ MLA അധ്യക്ഷനാകും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങാൻ 3 ആഴ്ച മാത്രം ശേഷിക്കെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ചെറുകടവിൽ അവലോകന യോഗം ചേർന്നു. ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കാൻ 3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നൊരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ചിറക്കടവിൽ ശബരിമല അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. തീർത്ഥാടക വാഹനങ്ങൾക്ക് വഴികാട്ടിയായി ടൗണിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ തീർത്ഥാടന പാതയിൽ കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി. റോഡുകളിലെ കുഴികൾ നികത്തുന്നതിനും റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ റോഡിന്റെ വശങ്ങളിലെ പാർക്കിംഗും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി പോലീസും തന്നെ ഇവിടെ വരുന്ന കമ്മിറ്റിയിലെ തീരുമാനത്തിന്റെ
വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന രീതി നമ്മൾ കുറേ കാലങ്ങളായിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വലിയ ഗുണം സത്യത്തിൽ നമ്മൾ ലോൺ എക്സ്പീരിയൻസിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പലപ്പോഴും അനുഭവിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ വൈദ്യുതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടതൊക്കെ തീർത്ഥാടകർ കടന്നു പോകുന്ന വഴിയിലെ പലപ്പോഴും ഇരുട്ടാണ്. ആ വഴിയിലെ വൈദ്യുതി സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്താനും അത് ഉറപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താനും കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. VW റോഡുകളുടെയും മറ്റ് KSTP റോഡിൻ്റെയൊക്കെ വശങ്ങളിൽ പലപ്പോഴും കാട് കയറി അത് മോശമായ അവസ്ഥയിൽ പലപ്പോഴും കാണുന്നത് ഈ സമയത്താണ് നമ്മൾ സാധാരണ ഇവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. നമ്മൾ പലതവണ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ദിശാ ബോർഡുകൾ പലപ്പോഴും വെയിറ്റ് ചെയ്ത് എന്തായിട്ട് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ പലതവണയുണ്ട്. ഇപ്പോൾ ഞാൻ പലതവണ KSTPയോട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ കൊല്ലം ടൗണിലോട്ട് ഇങ്ങനെ കയറി വരുന്ന വണ്ടിക്ക് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വയ്യാതെ കുറേ നേരം ഒരു കുറ്റിക്കളി ഉണ്ടല്ലേ. അവർ മുണ്ടക്കയത്തിലാണ് പോകുന്നത്, പാലായിക്കാണോ കോട്ടയത്തിനാണോ അറിയാം. അവർ ദയവായിട്ട് യോഗത്തിൽ വീട്ടിൽ താമസിക്കുകയാണ്. പറഞ്ഞ കാര്യമാണ്, KSTPയുടെ ഭാഗത്തിലാണെങ്കിൽ എന്നത്തിൻ്റെ ഭാഗത്തിലാണെങ്കിലും ഈ പാലായിക്കുള്ള വണ്ടി പാലായി, കോട്ടയത്തിനുള്ളത് കോട്ടയം, ആയിരപ്പടിക്കുള്ളത് ആ ദിശാ ബോർഡ് കൃത്യമായിട്ട് സ്ഥാപിക്കണം. KVMS റോഡിലുള്ള വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം വണ്ടികൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ എക്സൈസ്, പൊതുമരാമത്ത്, KSEB, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു മടങ്ങി. കുമരകവും കായൽ യാത്രയും ആസ്വദിച്ചു. പാല സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ മുഖ്യാതിഥിയായി പ്രഥമ പൗര. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനത്തിനൊപ്പമെന്ന ജോസ് കെ മാണി. കേന്ദ്ര പദ്ധതിയായതിനാൽ ഒഴിവാക്കാൻ പറയില്ല. അനീഷ് യാത്രയായി. 7 പേർക്ക് പുതുജീവൻ പകർന്ന് നന്ദി ചൊല്ലി യാത്രയാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ ഫോൺ സർവീസിംഗ് പഠന കേന്ദ്രം. പഠിച്ചിറങ്ങുന്നവർക്ക് സർവീസ് സെന്റർ തുടങ്ങാൻ പണം നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.